യൂട്യൂബിൽ കേരളയാത്ര നടത്തുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. അതിൽ സംശയമില്ല. ആ ഒരു ചരിത്രപരമായ ദൗത്യം നിറവേറ്റിയ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാകും രമേശ് ചെന്നിത്തല ഇതോടുകൂടി. ഇന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, നമ്മളാരും പറഞ്ഞതല്ല കേട്ടോ. ആ പോഡ്കാസ്റ്റ് ഈ യൂട്യൂബിലൂടെ എൻ്റെ കേരള യാത്ര എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ആ പോഡ്കാസ്റ്റിൽ തന്നെ. അപ്പോൾ നമുക്ക് മറ്റൊന്നും ആരുടെയും വ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തിയില്ല അവിടെ. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു യാത്ര കേരളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആയിരിക്കാം. ഇന്ത്യയിലെ മറ്റ് കാര്യങ്ങൾ എനിക്കത്ര തിട്ടമില്ല. കേരളത്തിലേതായാലും ഉറപ്പുണ്ട് മറ്റാരും അങ്ങനൊരു കേരള യാത്ര യൂട്യൂബിലൂടെ നടത്തിയതായി ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് ഈ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത്. അച്ചടക്കമില്ലാത്ത പാർട്ടിയാണ്, ദുഷ്പേര് പണ്ടേ ഉണ്ട്. പക്ഷേ അതൊരു ആഭരണമായിട്ട് അലങ്കാരമായിട്ട് എടുത്തണിയുന്നതിൽ യാതൊരു മടിയില്ലാതെ പതിറ്റാണ്ടുകളായി അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഡിസിപ്ലിൻ എന്ന സാധനം അതിൻ്റെ അയലോകത്തോടെ പോയിട്ടില്ല എന്നുള്ള അഭിമാനകരമായിട്ടാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അതെ, ഞങ്ങൾക്ക് ഡിസിപ്ലിനൊന്നും ഇല്ലെന്നേ, ഞങ്ങൾ ജനാധിപത്യമുള്ള പാർട്ടിയാണ്, ആർക്കൊന്നും പറയാൻ പറ്റുന്ന പാർട്ടിയാണ് എന്ന് അഭിമാന പുരസ്സരം പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, നേതാക്കൾ തന്നെയാണ്. അപ്പോൾ പിന്നെ താഴെയുള്ളവരുടെ കാര്യമൊന്നും പറയേണ്ടതില്ല, ആർക്കൊന്നും പറയാം. അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യട്ടെ. പക്ഷേ ഇത് എത്രമേൽ അപഹാസ്യരാക്കുന്നുണ്ട് ഈ അണികളെ, അല്ലെങ്കിൽ നോവിക്കുന്നുണ്ട് അണികളെ. ഈ അണികളെ മാത്രമല്ല, ഘടകകക്ഷിയുടെ അടക്കം എത്രയോ നോവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് 1-2 പ്രാവശ്യമായിട്ട് സാക്ഷാൽ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെ, PMA സലാം ഉൾപ്പെടെ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചകൾ മാത്രമല്ലേ നടക്കുന്നുള്ളൂ എന്നുള്ളതുമാണ്. അതായത് ഞങ്ങൾ ജയിക്കും എന്ന കാര്യത്തിൽ മറ്റാർക്കും തർക്കമില്ലല്ലോ. അല്ല, തർക്കമില്ല, അവരും പറയുന്നതാണ്. തർക്കമില്ലാത്തൊരു കാര്യത്തിന് എന്തിനാണ് ഇപ്പം തർക്കിക്കുന്നത്? എനിക്കും അല്ലെങ്കിൽ നമുക്ക് മാധുവിനും നമുക്കൊക്കെ മനസ്സിലാവാത്ത കാര്യം അതാണ്. ഇങ്ങനെ ഇവർക്ക് ആർക്കും തർക്കമില്ലെങ്കിൽ UDF കണിശമായും അധികാരത്തിൽ വരും എന്നതിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്നേ. ആ ഉറപ്പിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളുക. അതിലൊന്നും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല, വിയോജിപ്പ് പോലും ഇല്ല. അങ്ങനെ വിശ്വസിച്ചോളൂ. പക്ഷെ എന്തിനാണ് നാട്ടുകാരെ ഇങ്ങനെ, അണികളെ ഇങ്ങനെ നിരാശപ്പെടുത്തുന്നത്, വേദനിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ ചോദിക്കുന്നല്ല. എനിക്കൊരു വേദനയില്ല. അത് കാര്യം നിങ്ങളല്ലേ പറയുന്നത്. എനിക്ക് വേദനയായിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? അതൊന്നും കാര്യമില്ല.